Yes. Hello, Cho. Hi, namaste. क्या हाल चाल? SSLC എക്സാമിന് ശേഷം +1 നിങ്ങൾ എൻ്റർ ആയി. നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് +1 എത്തിയതിനു ശേഷം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. സോ +1 ഹിന്ദി എടുക്കാൻ പോകുന്ന കുട്ടികളോടാണ്. SSLC എക്സാം നമ്മൾ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നല്ല റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ +1 നിങ്ങൾ വിചാരിക്കുന്ന പോലെ കുറച്ച് ടഫ് ആണെന്ന് വെച്ചാൽ കുറച്ച് ടഫ് തന്നെയാണ്. ഓക്കെ, സോ സയൻസ് എടുത്താലും കൊമേഴ്സ് എടുത്താലും ഹ്യൂമാനിറ്റീസ് എടുത്താലും നിങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഇവിടെ ഹിന്ദി എന്തായാലും പഠിക്കേണ്ടിയിരിക്കുന്നു അല്ലേ. സോ ഹിന്ദി എത്ര പേര് ഒപ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം. എത്ര പേര് ഹിന്ദി എടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം. കാരണം ഞാൻ എന്തായാലും ഉണ്ടാവും. +1 +2 ഒക്കെ ഞാൻ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഹിന്दी പഠിപ്പിക്കാൻ പോകുന്നത്. सो आप टेंशन की कोई बात नहीं है, ठीक है. इसके अंदर कोई टेंशन की बात नहीं है. मैं आपको सिखाऊंगा, बहुत सरल से सिखाऊंगा, ठीक है. सो അതൊക്കെ അതിന്റെ വഴിക്ക് എന്തായാലും നടക്കും. നല്ല രീതിയിൽ ഹിന്ദിക്ക് ആ ഒരു ഫുൾ മാർക്ക് തന്നെ 100 200 കംപ്ലീറ്റ് +2 കഴിയുമ്പോൾ 200 200 തന്നെ ഹിന്ദിയിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. സോ അതെനിക്ക് അഷ്യൂർ ചെയ്യാം നിങ്ങൾ എൻ്റെ ആ ഒരു ട്രാക്കിൽ ഈ ഒരു വർഷവും വരുവാണെങ്കിൽ. സോ ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു മേജർ വ്യത്യാസമാണ് നിങ്ങളുടെ ആ ഒരു ബാച്ചിന് മാത്രം കണ്ടുവരുന്ന ഒരു പ്രതിഭാസം എന്ന് പറയാം. സോ അതിന് അത്ര ഇതായിട്ട് എടുക്കൊന്നും വേണ്ട. +1 നിങ്ങൾക്ക് ടെക്സ്റ്റ് മാറാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ, സോ പുതിയ ടെക്സ്റ്റ് ബുക്ക് എന്തായാലും വന്നിട്ടുമുണ്ട്. ഓക്കെ, സൈറ്റുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പുതിയ ഹിന്ദി ടെക്സ്റ്റ് ബുക്ക് കാണാം. 2 ടെക്സ്റ്റ് ബുക്ക് നോക്കുവാണെങ്കിൽ ഏകദേശം ആ ഒരു പഴയ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഞാൻ പോലും പഠിച്ച ആ ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ് കഴിഞ്ഞ വർഷം വരെ +1 പഠിച്ചത്. മേ ബി ഈ വർഷവും മേ ബി ആ ടെക്സ്റ്റ് ബുക്ക് തന്നെ ആകാം. ഓക്കെ, ഒരു കൺഫർമേഷൻ ഒഫീഷ്യൽ കൺഫർമേഷൻ ആയിട്ട് വന്നിട്ടില്ല. ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട് എന്നൊരു കാര്യം കൺഫേംഡ് ആണ്. പക്ഷെ അത് ഈ ഒരു അക്കാഡമിക് ഇയർ മുതൽ തന്നെ എടുത്തു തുടങ്ങും എന്നൊരു കാര്യത്തിൽ ഒരു കൺഫർമേഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് മാറിയാലും മാറിയിട്ടില്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ല. ക്യൂ മേ ഹൂ ആപ്കെ സാത്ത്, നോ വറീസ്, അതിന്റെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ടെക്സ്റ്റ് ബുക്ക് മാറുമ്പോഴുള്ള വ്യത്യാസത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. പഴയ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും നമുക്കറിയാം കോണ്ടന്റിന്റെ കാര്യത്തിലൊക്കെ ഒരു വാസ്റ്റ്നെസ് അത്ര വലുതായിട്ടൊന്നുമില്ല. ഓക്കെ, സോ പക്ഷേ എന്തായാലും എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ആ ഒരു പഴയ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പുതിയ ടെക്സ്റ്റ് ബുക്കിലേക്ക് മാറിയപ്പോൾ കൊണ്ടുവന്നത്, അപ്പൊ എന്തായാലും അത് നമ്മളൊന്ന് അനാലിസിസ് ചെയ്യണം അല്ലെ. സോ +1 ആ ഒരു ടെക്സ്റ്റ് ബുക്ക് മാറലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സ്റ്റുഡൻസിന് ബെനിഫിറ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അക്കാഡമിക് ഇയറിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ മാറിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, മാറിയാലും പ്രശ്നമില്ല. സോ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കുകയേ വേണ്ട. നേരെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പഴയ ടെക്സ്റ്റ് ബുക്ക് വേഴ്സസ് പുതിയ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് നോക്കാം. ഓക്കെ, എന്തൊക്കെയാണ് ആ പഴയ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പുതിയതിലേക്ക് വന്നപ്പോൾ ഉള്ള ആ ഒരു മാറ്റം, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അതിൽ ഉപയോഗപ്രദമാകുന്നത്, അതുപോലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റം ഹമാരെ ജോ ഗവർണൻസ് ക്യാ കർ രഹേ, ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു കാര്യത്തിലൂടെ അനാലിസിസ് ചെയ്യാൻ സാധിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ഒരു ഫൈനൽ ആയിട്ട് ഒരു കാര്യം പറയുകയാണെങ്കിൽ വലിയ ഒരു മാറ്റം തന്നെ നമുക്ക് എന്ത് ചെയ്യാം കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് ആ ഒരു വലിയ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റൂട്ട് ലേണിംഗ് മെത്തേഡ് ആണ്. എപ്പോഴും ബൈ ഹാർട്ട് പഠിച്ച് തന്ന പാരഗ്രാഫിനെ ബൈ ഹാർട്ട് ആയിട്ട് പഠിച്ച് മാർക്ക് വാങ്ങുന്ന ആ ഒരു സിസ്റ്റം പണ്ടേ ഉള്ളത് തന്നെയാണ്. അതിലുപരി നമ്മുടെ ആ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിലേക്കും അതുപോലെ ആ ഒരു മോഡേൺ മീഡിയ, അതുപോലെ തന്നെ പഴയ ആ ഒരു കരിക്കുലത്തിൽ നിന്ന് പുതിയ ആ ഒരു മോഡേൺ സൊഫിസ്റ്റിക്കേറ്റഡ് വേൾഡിലേക്കുള്ള ഒരു ബ്രിഡ്ജ് ആണ്. ഓക്കെ, ഓൾഡ് കരിക്കുലത്തിൽ നിന്ന് നമുക്കറിയാം പഴയതായിട്ടുള്ള എന്തൊക്കെയാണ് ക്ലാസിക്കൽ ലിറ്ററേച്ചർ ആണ് കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത്. ഓക്കെ, അതിൽ നിന്ന് ആ ഒരു മോഡേൺ ആയിട്ടുള്ള ആ ഒരു മീഡിയയിലേക്കൊക്കെ കടന്നു വരാൻ വേണ്ടിയിട്ട് ഈ ഒരു പുതിയ സിലബസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഒരു കമ്പാരിസൺ ഞാൻ എന്തായാലും ഇതിന്റെ അകത്ത് ചെയ്തു തരാം. ഓൾഡ് സിലബസും അതുപോലെ തന്നെ ന്യൂ സിലബസും തമ്മിൽ എന്തൊക്കെയാണ് ആ ഒരു മേജർ ആയിട്ടുള്ള ചേഞ്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഫോക്കസ്ഡ് ഹെവിലി ഓൺ ക്ലാസിക്കൽ ലിറ്ററേച്ചർ ആണ്. ക്ലാസിക്കൽ ഹിന്ദി ലിറ്ററേച്ചറിലാണ് പഴയ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തത്. ട്രഡീഷണൽ പോയട്രി ഹൈസ് കെ അന്തർ ആൻഡ് റൂട്ട് മെമ്മറൈസേഷൻ എന്ന് പറയുന്ന ഒരു ബൈ ഹാർട്ട് പഠിക്കലാണ് കൂടുതലും അത് നമുക്ക് കാണാൻ സാധിച്ചത്. അതിൽ പലതും വൈൽ എക്സലന്റ് ഫോർ ഗ്രാമർ പോർഷൻസ് ഒക്കെ അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ടതൊക്കെ അതിൽ കിട്ടുന്നുണ്ട്. ഇറ്റ് ഓഫൻ ഫെൽ ഡിസ്കണക്റ്റഡ് ഫ്രം ദ മോഡേൺ റിയാലിറ്റീസ് ആൻഡ് മീഡിയ കൺസംഷൻ ആണ്. പുതിയതായിട്ട് വരുന്ന ആ ഒരു മോഡേൺ ആയിട്ടുള്ള നമുക്കറിയാം മീഡിയ ആയിക്കോട്ടെ, അതിൽ നിന്നൊക്കെ ഒന്ന് നിങ്ങൾ ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള പോലെയാണ് ആ ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. കാരണം എത്രയോ വർഷങ്ങളായി, ഏകദേശം 10 വർഷത്തിനടുപ്പിച്ചായി എന്താണ് ആ ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. ആ 10 വർഷത്തിൽ എന്തൊക്കെ വലിയ മാറ്റങ്ങളാണ് എന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് അറിയില്ലേ അല്ലെ. സോ ഈ ലോകത്തിന് എന്തൊക്കെ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചത് ഈ ഒരു പീരീഡിൽ. ഓക്കെ, വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ടെക്സ്റ്റ് ബുക്ക് എന്തായാലും മാറേണ്ടത് അനിവാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ പുതിയതിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ആ ഒരു മാറ്റം കാണാൻ സാധിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബോൾഡ് ലീപ്പ് ഇൻ ടു ദ 21st സെഞ്ചുറി ആണ്. 21ാം നൂറ്റാണ്ടിലേക്കുള്ള ഒരു കുതിച്ച് ചാട്ടം തന്നെയാണ് നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ സാധിക്കുന്നത്. ഇറ്റ് ഫീച്ചേഴ്സ് സിനിമാറ്റിക് സ്ക്രീൻ പ്ലേസ്. ഓക്കെ, സ്ക്രീൻ പ്ലേ അടക്കം ഓക്കെ നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ലാപ്താ ലേഡീസ് എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഹിന്ദിയിലെ ലാപ്താ ലേഡീസ് എന്ന് പറഞ്ഞ ഒരു സിനിമയുണ്ട്, അമീർ ഖാൻ പ്രൊഡക്ഷനിലാണ് വരുന്നതാണ്. ഓക്കെ, സോ ആ ഒരു പടം ലാപ്താ ലേഡീസ് എന്ന് പറഞ്ഞ അതിമനോഹരമായിട്ടുള്ള ഒരു ബോളിവുഡ് പടമുണ്ട്. അതിന്റെ ഒരു സ്ക്രീൻ പ്ലേ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതൊക്കെ അതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ മോഡേൺ ഡിജിറ്റൽ സാറ്റയർസ്, ഇന്ന് സെൽഫോൺസിന്റെ ഒക്കെ മൊബൈൽ ഫോണിന്റെ ഒക്കെ ഉപയോഗം കൂടുതലല്ലേ. സോ അതിന്റെയൊക്കെ വ്യംഗ്യ സാറ്റയർ എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ലൈഫ് സ്കിൽസ് ആണ്.
നമ്മുടെ കോർ ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രാക്ടിക്കൽ ലൈഫ് സ്കിൽസ് ഒക്കെ ഈ ഒരു ഹിന്ദി ലിറ്ററേച്ചറെ കൊണ്ട് ഹിന്ദി ലിറ്ററേച്ചറിൽ ഈ ഒരു വർഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആൻഡ് കണ്ടംപററി ഓട്ടോബയോഗ്രഫീസ് ദാറ്റ് റെസണേറ്റ് വിത്ത് ടുഡേസ് യൂത്ത് ആണ്. ഇന്നത്തെ യൂത്തിന് അനുയോജ്യമാവുന്ന രീതിയിൽ കണ്ടംപററി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു പുതിയ സിലബസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മോസ്റ്റ്ലി ഞാൻ പറഞ്ഞു പഴയതിൽ ആ ഒരു ക്ലാസിക്കൽ ലിറ്ററേച്ചറിലേക്കാണ് പോകുന്നതെങ്കിൽ ഈ ഒരു പുതിയ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ സിലബസ് എന്ന് പറയുന്നത് കണ്ടംപററി ആയിട്ടുള്ള ഓട്ടോബയോഗ്രഫീസ്, സ്ക്രീൻ പ്ലേ, അത് വ്യംഗ്യ, അതിലൊക്കെ ഫോക്കസ്ഡ് ആണ്. അതുകൊണ്ട് 21st സെഞ്ചുറിയിലേക്കുള്ള ഒരു ലീപ്പ് തന്നെയാണ്, കുതിച്ചുചാട്ടം തന്നെയാണ് ഈ ഒരു പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. റെഡി അല്ലേ? ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു അവിടെ ഒരു സ്ക്രീൻ പ്ലേ ഉണ്ട്. അത് ലാപ്ത ലേഡീസിന്റെ ഒരു ബോളിവുഡ്, ഓക്കെ, ബോളിവുഡിലേക്ക് ഒരു ചാട്ടമാണ്. അവിടെ നമുക്ക് എന്താണ് ലാപ്ത ലേഡീസിന്റെ ഒരു സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഒരു ബിഗസ്റ്റ്, ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഞാനൊന്നും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാര്യം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കാണാറില്ല. ഓക്കെ, +1 +2 നമ്മൾ പഠിച്ചപ്പോഴൊന്നും അങ്ങനെ ഒരു സ്ക്രീൻ പ്ലേ റൈറ്റിംഗോ അങ്ങനത്തെ ഒന്നും അധികം വന്നിട്ടുണ്ടായിരുന്നില്ല. ഇംഗ്ലീഷിലൊക്കെ പലപ്പോഴും കാണാറെങ്കിൽ പോലും ഹിന്ദിയിൽ ആ ഒരു മാറ്റം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് കണ്ടപ്പോൾ നല്ല രീതിയിൽ ഒരു ചേഞ്ച് ആയി തോന്നി. അത് സ്നേഹ ദേശായി ദ്വാര കിയാ ഗയ ജോ ലാപ്ത ലേഡീസ് എന്ന പടത്തിന്റെയാണ്. അതിൽ നിങ്ങൾക്ക് എന്താണ് കുറച്ചും കൂടെ അധികം എങ്ങനെയാണ് ആ ഒരു ആർട്ട് ഓഫ് വിഷ്വൽ ടെല്ലിംഗ്, അതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ, സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് ആയിട്ടോ അതൊക്കെ നിങ്ങൾക്ക് പുതിയ ആയിട്ടുള്ള ആ ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് വേൾഡുമായിട്ടുള്ള കണ്ടംപററി ആയിട്ടുള്ള അതിലേക്ക് നിങ്ങളേക്ക് എത്തിക്കാനും, ഓക്കെ, ഇന്നത്തെ ആ ഒരു ഒരുപാട് റിസോഴ്സസ് എങ്ങനെ മനസ്സിലാക്കി നമുക്കും അതിലേക്ക് എങ്ങനെ കടക്കാം അതൊക്കെ മനസ്സിലാക്കാൻ ഈ സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് ഒക്കെ ഹിന്ദിയിൽ വരുന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ഇന്നത്തെ കാലത്തെ ആ ഒരു മോഡേൺ ആയിട്ടുള്ള ആ ഒരു മീഡിയ ആയിട്ട് നിങ്ങളെ കണക്ട് ചെയ്ത് നിർത്താനും, അതുപോലെ തന്നെ ആ ഒരുപാട് ജോലി സാധ്യതകളിലേക്ക് ഹിന്ദിയിൽ നിങ്ങൾക്കറിയാം എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി ഇന്നുണ്ട്. ഓക്കെ, ഹിന്ദി ഭാഷ അറിഞ്ഞിരിക്കുന്നതിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് നിങ്ങൾക്കറിയാം. സോ അതിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യിപ്പിക്കാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സഹായിക്കുന്നത് തന്നെയാണ്. സോ ഇറ്റ്സ് എ ഗുഡ് വൺ. അടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരുപാട് മോഡേൺ തീംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് മോഡേൺ തീംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം സാഹിത്യം എന്ന് പറയുന്നത് ആ ഒരു സമൂഹത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, മുമ്പത്തെ +1 ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്കറിയാം അന്നത്തെ കാലത്തെ ആ ഒരു 1900, ഓക്കെ, ഒരു ദ്വിവേദി യുഗം കഴിഞ്ഞ് ഛായാവാദ് വന്നു, ഛായാവാദ് നിന്ന് പ്രകൃതിവാദ്, പ്രയോഗവാദ്, അങ്ങനെ ഓരോ ആ ഒരു സമയമുണ്ട്, ഒരു സമയം ഇന്റർവെൽ ഉണ്ട്. അപ്പൊ ആ കാലത്തെ രചനകൾ എന്നൊക്കെ പറയുന്നത് ആ ഒരു സമയത്തെയും ആ ഒരു കാലത്തെ ആൾക്കാരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. അതിപ്പോഴും നമ്മൾ അത് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഇന്നത്തെ സമയവും ഇന്നത്തെ ഇന്നത്തെ ആ ഒരു കാലത്തിൽ ഉണ്ടായിരുന്ന മാറ്റത്തിനനുസരിച്ച് സാഹിത്യവും മാറേണ്ടിയിരിക്കുന്നു. ആ ഒരു കാര്യത്തോടുകൂടി തന്നെയാണ് പണ്ട് സെൽഫോൺ ഇല്ല, അപ്പൊ സെൽഫോണിനെ കുറിച്ചൊന്നും രചനകളൊന്നും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കത്തില്ല. നമ്മുടെ ഈ രചനകളിൽ കാണാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ ഒരുപാട് ഡിജിറ്റൽ ഇറയിൽ വന്ന ആ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഞാൻ പറഞ്ഞു. സോ ഇംപെക്കബിൾ ചേഞ്ച് ആണ് ഈ ഒരു ഡിജിറ്റൽ ഇറയിൽ കാണാൻ നമുക്ക് സാധിക്കുന്നത്. അത് അന്നത്തെ കാലത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കാണാൻ സാധിക്കില്ല. അത് ഇപ്പോഴും പഠിക്കുന്നതിന്റെ കാര്യമുണ്ടാവും ഇല്ല. പക്ഷെ നമ്മൾ ഇന്ന് ലൈഫ് സ്റ്റൈലിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന വെല്ലുവിളിയെ കുറിച്ച് മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ സാധിക്കണം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്, നമ്മുടെ കരിക്കുലം എന്ന് പറയുന്നത്. അപ്പോഴാണ് സാറ്റയറും വ്യംഗ്യവും ഫോണിനെ കുറിച്ച്, ഓക്കെ, ഫോണും നമ്മുടെ ഇന്നത്തെ ഡിജിറ്റൽ മീഡിയ എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് അതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ ഈ ഒരു സാറ്റയർ ആൻഡ് ഹ്യൂമർ, ഈ വ്യംഗ്യ, ആ ഒരു വ്യംഗ്യാത്മകമായിട്ടുള്ള കുറിച്ച് നമുക്ക് അവിടെ പഠിക്കാം. അതിഥി കബ് ബത്യാഗ എന്ന് പറയുന്നുണ്ട് ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഷാർപ്പായിട്ടുള്ള സാറ്റയർ ടു ക്രിട്ടിക് our modern addiction to smartphones എന്നൊരു കാര്യം നമുക്ക് ആ ഒരു പാഠഭാഗത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സോ അതിലേക്കൊക്കെ എത്തുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാം. കുറച്ചുകൂടെ നടുക്കോട്ട് വരുമ്പോഴുള്ള ചാപ്റ്റർ ആണ്. ഫസ്റ്റ് 2ാമത്തെ യൂണിറ്റിലാണ് വരുന്നത്. ഓക്കെ, സോ അടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ റെസിലിയൻസിനെ കുറിച്ചാണ്. ഓക്കെ, റെസിലിയൻസിൽ നമ്മൾ പറയുകയാണെങ്കിൽ വൈറ്റമിൻ ജിന്ദഗി എന്ന് പറഞ്ഞിട്ടുള്ളടത്ത് റെസിലിയൻസ് ആണ്. ഇന്നത്തെ കാലത്ത് നമ്മൾക്കറിയാം ഒരുപാട് പ്രതിസന്ധികൾ നമ്മളിലേക്ക് വരും. അതിനൊക്കെ എങ്ങനെ ഡിസബിലിറ്റി ഉണ്ടായിട്ട് പോലും അത് ഓവർകം ചെയ്ത് വന്നിട്ടുള്ള ആ ലളിത് കുമാറിന്റെ അദ്ദേഹത്തിന്റെ കഥയെ കുറിച്ചാണ് ഇവിടെ നമുക്ക് പഠിക്കുക. അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി ആയിട്ടാണ് വരുന്നത്. അദ്ദേഹം അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്തത് എന്നൊരു കാര്യം അത് പണ്ടപ്പോൾ മലയാളം ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ കണ്ടതാണ് അല്ലെ. ആ ക്യാൻസർ വാർഡിലെ ചിരിയെന്ന് ഇന്നസെന്റ് സർ എഴുതിയ അദ്ദേഹത്തിന്റെ ആ ഒരു ഓട്ടോബയോഗ്രഫിയിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അതുപോലെ റെസിലിയൻസ് എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്. ഡിഫിക്കൽട്ടി നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറുന്നതല്ല, അതിനെ ഓവർകം ചെയ്ത് വരാൻ സാധിക്കണം നമ്മളെ കൊണ്ട്. അതൊക്കെ പഠിപ്പിക്കാൻ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇക്കോ അവയർനെസ് ആണ്. പല കാര്യങ്ങളും ഇന്ന് കണ്ടംപററി ലിറ്ററേച്ചറിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഇക്കോളജി ഉണ്ട്, അതുപോലെ തന്നെ ഇക്കോ ഫെമിനിസം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതുപോലെ എന്താണ് പൊല്യൂഷൻസ് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മളെ പ്രകൃതിയെ കുറിച്ചൊക്കെ ഒന്ന് അവെയർ ചെയ്യാനും അതിനെക്കുറിച്ച് പ്രകൃതിയിൽ ചൂഷണം ചെയ്യപ്പെടുന്ന ഒന്നാണ് പ്രകൃതി എന്ന് പറയുന്നത്. അപ്പൊ പ്രകൃതിയെ കൺസർവ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് പ്യാസ കുവ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പാഠഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ഇക്കോ അവയർനെസ് എന്നൊരു കാര്യം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ അല്ലേ. അപ്പൊ ഇനി എന്തൊക്കെയാണ് പോസിറ്റീവ്നെസ് നോക്കുവാണെങ്കിൽ ഹൈലി എൻഗേജ്മെന്റ് ചെയ്യാം. ക്ലാസ്സുകളിലൊക്കെ ഹൈലി എൻഗേജ്മെന്റ് കൊണ്ടുവരാം. കാരണം ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊന്ന് എൻഗേജ് ചെയ്യിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽ സ്കില്ലാണ്. ഓക്കെ, എൻഡ് ഓഫ് ദ ചാപ്റ്റർ ആ റൂട്ട് മെമ്മറൈസേഷന് പകരമായിട്ട് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിട്ട് ആ ലാംഗ്വേജ് ഉപയോഗിക്കാനും ആ ഒരു ലാപ്ത ലേഡീസ് ഒക്കെ വരുന്ന സമയത്ത് കൊളോക്കിയൽ ഡയലക്ട്സ് ഒക്കെ വരുന്നുണ്ട്, ബോൾചാറൊക്കെ വരുന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിട്ട് അതിനൊക്കെ ഉപയോഗിച്ച ആൾക്കാരായിട്ടൊക്കെ നമുക്കറിയാം ഇന്ന് ഒരുപാട് ആൾക്കാർ കേരളത്തിലും
ചുറ്റും ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് ആ പ്രാക്ടിക്കലായിട്ട് അതിലേക്ക് കടക്കാനും ആൾക്കാരോട് സംസാരിക്കാനും കുറച്ചും കൂടെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് അതിനെ ലാംഗ്വേജിന് ഉപയോഗിക്കാനൊക്കെ ഈ ഒരു ഹിന്ദിയിൽ വന്നിട്ടുള്ള ആ ഒരു ടെക്സ്റ്റ് ബുക്കിലെ മാറ്റവും ഉപയോഗപ്രദമാണ്. അപ്പോൾ അടുത്തതാണ് സോഷ്യൽ അവയർനെസ് ആണ്. അതുപോലെ തന്നെ മീഡിയ ലിറ്ററസി. സോഷ്യൽ അവയർനെസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഓൾവേസ്. നമുക്ക് ആ ഒരു എന്താണ് പറയാ, എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അതിനനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം, അതൊക്കെ നമ്മുടെ ഒരു ഭാഗമാണ്. ഓക്കെ, ഹ്യൂമൻ ബീങ് എന്ന രീതിയിലുള്ളത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ മീഡിയ ലിറ്ററസിയാണ്. മീഡിയ ഇന്ന് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും എന്ന് പറയുന്നത്, കുട്ടികളുടെ ഇടയിൽ പ്രതിസന്ധി ആണെങ്കിൽ പോലും നമ്മുടെ ആ ഒരു വലിയൊരു യുഗത്തിൽ തന്നെ ഒരു മാറ്റം പരിവർത്തനം കൊണ്ടുവരാനും വലിയൊരു കുതിച്ചുചാട്ടത്തിനും ഒക്കെ സാധ്യമായിട്ടുള്ളതാണ് ഈ മീഡിയ എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന രീതി ഇരിക്കും, അതിന് ഉപയോഗിക്കുന്നത് പോലെയായിരിക്കും അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു മീഡിയ ലിറ്ററസി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയെ കുറിച്ചൊന്ന് അവെയർ ആവാനൊക്കെ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് നിങ്ങളെ സഹായിക്കും. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ ഇനി ഞാൻ പറയാം, ആ ഒരു 100% ഒരു മാറ്റം എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ഓവർ മെമ്മറൈസേഷൻ ആണ്. ഓക്കെ, അപ്ലിക്കേഷൻ ഓവർ മെമ്മറൈസേഷൻ നമ്മൾ അതിനെ എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്നിരിക്കും. നിങ്ങളെ കൊണ്ട് എല്ലാവരെ കൊണ്ടും പറ്റും, ഇത്ര വലിയ ഡിഫിക്കൽട്ട് ഒന്നല്ല. ഞാൻ പറഞ്ഞത് നമ്മൾ ഓൾറെഡി SLCയിൽ കണ്ട തന്നെയാണ് നമ്മൾ എങ്ങനെയാണ് ആ പഠിക്കുന്ന രീതി എന്ന് പറയുന്നത്. ബൈ ഹാർട്ട് പഠിക്കുന്നതിൽ ഒഴിവാക്കിയിട്ട് നമ്മൾ തന്നെ കൺസെപ്റ്റ് മനസ്സിലാക്കുന്നു, നമ്മുടെ ശൈലിയിൽ നമ്മുടെ ഭാഷയിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കുന്നു. സോ ആ ഒരു കാര്യം ഇവിടെ തന്നെയാണ്, അതാണ് അതിന്റെ ഒരു മാറ്റം എന്ന് പറയുന്നത്. നമ്മൾ അവിടെ പഠിച്ചത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാൻ സാധിക്കും. സോ അപ്ലിക്കേഷൻ ഓവർ മെമ്മറൈസേഷൻ എന്ന് പറയുന്നത് 100% നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. റെഡി അല്ലേ? അപ്പൊ ആണ് ക്രിയേറ്റീവ് ക്രിട്ടിക്കൽ തിങ്കേഴ്സ്. ഒരുപാട് നമ്മൾ കാണുന്നതാണ് ദ ന്യൂ കരിക്കുലം ഡിമാൻഡ് സ്റ്റുഡൻസ് ടു തിങ്ക് ക്രിട്ടിക്കലി. സ്റ്റുഡൻസിനെ ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാനും ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് മെമ്മറൈസിങ് ആൻസേഴ്സ് ഫോർ ദ ബോർഡ് എക്സാം. അപ്പൊ നിങ്ങളെ തിങ്ക് ചെയ്യിപ്പിച്ച് എക്സാം ഹാളിലായാലും ആയിക്കോട്ടെ, ഒരു പാഠഭാഗം പഠിക്കുമ്പോഴായിക്കോട്ടെ, നിങ്ങളെ വെറുതെ മെമ്മറൈസ് ചെയ്യുന്നതിന് പകരമായിട്ട് നിങ്ങളെ കൊണ്ട് തന്നെ ചിന്തിപ്പിച്ച് നിങ്ങളെ കൊണ്ട് എഴുതാനുള്ള ആ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നതിൽ നിങ്ങളെ സഹായിക്കുന്നതാണ്. ആൻഡ് പാർട്ടിസിപ്പേറ്റ് എവറിഥിങ് കൈൻഡ് ഓഫ് ക്യാരക്ടർ അനാലിസിസ് ആയിക്കോട്ടെ, എല്ലാത്തിലും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ടെക്സ്റ്റ് ബുക്ക് കരിക്കുലം തന്നെയാണ് ഇതിൽ ലഭിക്കുന്നത്. അപ്പൊ ഇനി ജസ്റ്റ് ഒരു ക്വിക്ക് കമ്പാരിസൺ നോക്കുവാണെങ്കിൽ കോർ കോണ്ടന്റ് എന്ന് പറയുന്നത് പഴയ ഓൾഡ് ടെക്സ്റ്റ് ബുക്കിൽ ക്ലാസിക്കൽ പ്രോസും ഹിസ്റ്റോറിക്കൽ പോയട്രി ആണെങ്കിൽ ഇവിടെ സ്ക്രീൻ പ്ലേ ഉണ്ട്, സാറ്റയർ ഉണ്ട്, ഓട്ടോബയോഗ്രഫി ഒക്കെ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അസസ്മെന്റ് ഫോക്കസ് നോക്കുവാണെങ്കിൽ മെമ്മറി ആൻഡ് റീഡിംഗ് കോംപ്രഹെൻഷൻ ആണെങ്കിൽ ഇവിടെ ക്രിയേറ്റീവ് അപ്ലിക്കേഷൻ ആൻഡ് മീഡിയ ലിറ്ററസി ഇവിടെ വരുന്നുണ്ട്. ലാംഗ്വേജ് സ്റ്റൈൽ നോക്കുവാണെങ്കിൽ ഇത് വലിയൊരു വ്യത്യാസമല്ല, ആകെ ആ ഒരു ഖടിബോലി പ്രയോഗമാണ് നമുക്ക് പണ്ടത്തെ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നത്. ഇന്നത്തേലും അത് തന്നെയാണെങ്കിൽ പോലും കുറച്ച് കൊളോക്കിയൽ ഡയലക്ട്സ് ഇവിടെ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ആ ഒരു ലാപ്താ ലേഡീസ് എന്ന സ്ക്രീൻ പ്ലേയിലാണ് നമുക്ക് അത് കാണാൻ സാധിക്കുന്നത്. പിന്നെ സ്റ്റുഡന്റ് എൻഗേജ് നോക്കുവാണെങ്കിൽ ഇവിടെ മോഡറേറ്റ് ആണെങ്കിൽ ഇവിടെ ഹൈലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റുഡൻസിന് നിങ്ങൾക്ക് അതൊരു എൻഗേജ്മെന്റ് ആയിട്ട് ക്ലാസ് ഒരു എൻഗേജ് ചെയ്തിട്ട് കൊണ്ടുപോകാനും നല്ല രീതിയിൽ ഹിന്ദിയെ മനസ്സിലാക്കി പഠിക്കാനും ഇഷ്ടപ്പെടാനും ഒക്കെ ഈ ഒരു പുതിയ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളെ ഹെൽപ്ഫുൾ ആവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ എഡ്യൂക്കേഷൻ ഈസ് നോട്ട് എ ലേണിംഗ് ഓഫ് ഫാക്ട്സ് ബട്ട് the training of the mind to think എന്ന് ഐൻസ്റ്റീൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഫാക്ടിനെ മനസ്സിലാക്കുന്നതല്ല, മറിച്ച് മൈൻഡിനെ ഒന്ന് ട്രെയിൻ ചെയ്യുന്ന കൂടിയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിലേക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് 100% എൻ്റെ ഒരു അഭിപ്രായത്തിൽ നീതി പുലർത്തിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം, ദ വേർഡിക്ട് എന്ന് പറയുന്നത് നിങ്ങളുടെയാണ്, സ്റ്റുഡൻസിനെയാണ്. നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു പുതിയ ടെക്സ്റ്റ് ബുക്ക് ചേഞ്ചിലെന്ന്. സോ ആ കമന്റ് ബോക്സ് में जोश लिखो मेरी तरह से എങ്ങനെയാണ്. तो ബാക്കി സബ് കുച്ച് ഹം കരേങ്കെ. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ടെക്സ്റ്റ് ബുക്ക് മാറിയാലും നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ചാപ്റ്റേഴ്സ് ഒക്കെ സൂപ്പർ ആയിട്ട് പഠിക്കാം. ഞാൻ നിങ്ങളുടെ കൂടെ എന്തായാലും ഉണ്ടാവും. സോ കമന്റ് ബോക്സ് में जोश दिखाओ बच्चों. സോ बहुत बहुत धन्यवाद. നമുക്ക് എന്താണ് soon we'll definitely meet. Okay, so exams ഒക്കെ നമുക്ക് ഇനി സൂപ്പർ ആക്കാം. സോ बहुत बहुत धन्यवाद बच्चों. मिलते हैं. जय हिंद and thank you.